നമസ്കാരം പ്രിയമുള്ളവരെ. ഈ ബി.ജെ.പിയുടെ സൈബറിടങ്ങളും ഗോദി മീഡിയയുമൊക്കെ 12 വർഷമായി പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെ പപ്പുവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി കഴിവുകെട്ട ഒരാളാണ്, രാഹുൽ ഗാന്ധിക്ക് ഒന്നും കഴിയില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയുടെ കാര്യം പോക്കാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ വക്രീകരിച്ച് ചർച്ചകൾ കൊണ്ടുപോകുന്നതിൽ മിടുക്കന്മാരാണ് സൈബറിടത്തെ സംഘപരിവാര സൈബറിടങ്ങളും ഒപ്പം ഗോദി മീഡിയയും. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി ഒട്ടും പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിച്ച് ഗ്രാഫുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയുന്നത്. മിക്കപ്പോഴും കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നു. വളരെ കൃത്യമായ ഇംഗ്ലീഷിൽ, വളരെ സ്ഫുടമാർന്ന ഇംഗ്ലീഷിൽ, ഹിന്ദിയിലുമൊക്കെ അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുമായിട്ടും മാധ്യമങ്ങളുമായിട്ടുമൊക്കെ സംവദിക്കുവാൻ കഴിയുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഗോദി മീഡിയകൾ, പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇന്ത്യയുടെ ആകമാന മുഖച്ഛായയും സംഘപരിവാരത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് മിക്കപ്പോഴും മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ബി.ജെ.പിയുടെ സൈബറിടങ്ങൾ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പകർന്നു കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിമർശിച്ചിരുന്നത്. പ്രത്യേകിച്ചും നമുക്ക് രാഹുൽ ഗാന്ധിയും മോഡിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. മോദിയുടെ ഒരു സംസാര രീതി അത് എത്രത്തോളം അഭികാമ്യമാണെന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും അത് രാഹുൽ ഗാന്ധിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലവും അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റാൻഡേർഡിനൊപ്പം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, മുൻ ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിസേന ഇന്ത്യയിൽ വന്ന അവസരത്തിൽ സിരിസേനയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സിരിസേനയും ഉണ്ടായിരുന്നു, സിരിസേനയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും കൂടി ന്യൂഡൽഹി സന്ദർശിക്കാനെത്തിയ അവസരത്തിൽ ഈ എഴുതി കൊടുത്തത് മിസസ് സിരിസേന എന്നാണ്. മിസസ് സിരിസേന അന്ന് എഴുതിയിരുന്നത് MRS സിരിസേന എന്നാണ്. നമുക്കറിയാമല്ലോ, മിസ്സിസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് MRS എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എഴുതാറുള്ളത്. ഈ മോഡിക്ക് പ്രസംഗം എഴുതി കൊടുത്ത ആൾ MRS സിരിസേന എന്നാണ് എഴുതിയിരുന്നത്. മോഡി അത് മിസ്സിസ് സിരിസേനയ്ക്ക് പകരം MRS സിരിസേന എന്ന് വായിച്ച ഒരാളാണ്. അതായത് മിസ്സിസ് എന്ന് ആണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് MRS എന്നുപോലും അറിയാത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രമല്ല, ഇങ്ങനെ പല പ്രാവശ്യം ഇത്തരം അബദ്ധങ്ങൾ വന്നുപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ നേതാവായി സ്വീകരിക്കുന്ന സംഘപരിവാരങ്ങളാണ് മിക്കപ്പോഴും രാഹുൽ ഗാന്ധിയൊക്കെ ഈ പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു സംവിധാനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മിക്കപ്പോഴും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് യാഥാർത്ഥ്യവുമായി മൂലബന്ധം പോലുമില്ലാത്തതാണ്. ഇന്ത്യയുടെ ചരിത്രവും മഹാത്മാരായ ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാരെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് മിക്കപ്പോഴും ഈ സംഘപരിവാര വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ അംഗങ്ങൾക്ക് കിട്ടുന്നത്. അവർ മിക്കപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചൊക്കെ വളരെ മോശമായ അഭിപ്രായങ്ങൾ. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഷെയ്ഖ് അബ്ദുള്ളയുടെ മകനായിരുന്നു. നേരത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം അഭിഹിത സന്തതിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേശ്യാലയം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് മിക്കപ്പോഴും ഈ സംഘപരിവാര അനുകൂലമായ ആളുകൾക്ക് ലഭിക്കുന്നത്. അത് അവരൊക്കെ വിഴുങ്ങി ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്നില്ല. കാരണം അവർ ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്താണ്. അവർ യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കുന്നില്ല. വർഗീയതയുടെ ഒരു ആവരണം അവരെ ബാധിച്ചിരിക്കുന്നു. അത് പൊളിച്ച് പുറത്തു കടന്ന് ലോകത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ വളരെ കൃത്യമാർന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംവദിക്കുകയും വിദ്യാർത്ഥികളോട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നത്. ഈ നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 വർഷമായി അധികാരമേറ്റിട്ട് അദ്ദേഹം ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഇന്നലെ പോലും ഈ CJP, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും അതുപോലെ ഉള്ള വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ രീതിയിൽ സമരങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം പാതിരാത്രി വന്ന് ഒരു മൻ കി ബാത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. പാർലമെൻറ്റിൽ പോലും അദ്ദേഹത്തിന് ഒരു ഡിബേറ്റ് നടത്തുവാൻ കഴിയുന്നില്ല. പാർലമെൻറ്റിൽ പോലും അദ്ദേഹത്തിന് പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്നില്ല. അതിന് പകരം അദ്ദേഹം പാതിരാത്രി വന്ന് ആരുമില്ലാത്ത സമയത്ത് മൻ കി ബാത്ത് കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത് ചാനലുകളിൽ, റേഡിയോ ചാനലുകളിൽ. അദ്ദേഹത്തിന് ഒരിക്കലും സംവദിക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു പത്രസമ്മേളനവും 12 വർഷമായി നടത്തിയിട്ടില്ല. എന്നിട്ടും സംഘപരിവാര പ്രൊഫൈലുകൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിൽ ഒട്ടും യാഥാർത്ഥ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ സംഘപരിവാരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ വരെ ആ യാഥാർത്ഥ്യം, അതായത്
തങ്ങൾ ഇത്രത്തോളം വിശ്വസിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രം, അത് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെതാണ്, അവർ പറഞ്ഞ് പ്രതിഫലിച്ചിരുന്നതൊക്കെയും കെട്ടുകഥകളാണ് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും സംഘപരിവാര അനുകൂല വീഡിയോകൾ ചെയ്തിരുന്ന മാത്യു സാമുവലിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് പോലും അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വലിയ തിരിച്ചറിവുണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ജന്തർ മന്ദറിലൊക്കെ കൂടിയ വിദ്യാർത്ഥികൾ, അവർ മിക്കപ്പോഴും സംഘപരിവാര അനുകൂല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ ഒരു സ്വാധീനമുണ്ട് എന്നതാണ് പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമേ ഇതുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ ഒരു പാരമ്പര്യം, അത് ഭഗത് സിംഗിൻ്റെ പാരമ്പര്യമാണ്, അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പാരമ്പര്യമാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പാരമ്പര്യമാണ് എന്നൊരു തിരിച്ചറിയൽ ഇന്ത്യയിലെ യുവജനത നടത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെക്കാളും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവജനത അവർ കൂടുതൽ ഇന്ത്യയുടെ ദേശീയതയെ തിരിച്ചറിയുന്നു. സവർക്കറുടെ പാരമ്പര്യമല്ല, മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. അതിനെ അതിജീവിക്കുവാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പതിറ്റാണ്ട് കാലത്തെ വിദ്വേഷത്തിൻ്റെ വിത്തുവിതറിയാണ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ. നമുക്കറിയാം, ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് നീണ്ട രഥയാത്രകൾ, അത് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെയും ചിതറി വീണ ചോരത്തുള്ളികൾ, ആ ചോരത്തുള്ളികൾ ചവിട്ടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു വംശീയതയുടെ വിത്ത് അതും ബി ജെ പി വിതറിയിട്ടുണ്ട്. 1990-കളിൽ വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ അതിന് എതിരെ സവർണ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴും അന്നും ഒരുപാട് ചോരത്തുള്ളികൾ, അതിൻ്റെയൊക്കെ ആകെ ഫലമാണ് ബി ജെ പിയുടെ അധികാരം. അത് ഇനി എത്ര നാൾ തുടർന്നു പോകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ ഉത്തരേന്ത്യയിൽ ഈ പാറ്റകളുടെ സമരത്തിനോടനുബന്ധിച്ച് കൂടുതൽ ശക്തമായി കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്ന വിലയിരുത്തൽ നടത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്താൽ പോലും 37% വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. ബാക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി അധികാരത്തിലേക്ക് വന്നത്. കൂടുതൽ ശക്തമായി പ്രാദേശിക കക്ഷികളുടെയൊക്കെ ഒരു യോജിപ്പുണ്ടായാൽ ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്കിലേക്ക് വീണ്ടും കടന്നുകയറ്റം നടത്തുവാൻ കഴിയുമെന്നൊരു തിരിച്ചറിവ് കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ബി ജെ പി ഇത് ഭയപ്പെടേണ്ടതുണ്ട്. തങ്ങളുടെ വോട്ട് ബാങ്കുകൾ, തങ്ങളുടെ മിക്കപ്പോഴും ഈ വിദ്യാർത്ഥികൾ, സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളുടെ മാതാപിതാക്കൾ ബി ജെ പി പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ബി ജെ പി പ്രാദേശിക നേതാക്കളാണ്, എന്നിട്ടും തങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നത് നിലവിലുള്ള വ്യവസ്ഥയോടുള്ള എതിർപ്പ് കൊണ്ട് ആണ് എന്നാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. 29ഓളം വിദ്യാർത്ഥികൾ അതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യവസ്ഥിതി, അത് നിയന്ത്രിക്കുന്ന ആളുകൾ അത് നിയന്ത്രിക്കുവാൻ പ്രാപ്തരല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ പോലെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ രാജി അവർ ആവശ്യപ്പെടുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ബി ജെ പി കെട്ടിപ്പൊക്കിയ ഒരു ബണ്ടറിൽ, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യത്തിൻ്റെ കൊട്ടാരങ്ങൾ, അത് യാഥാർത്ഥ്യബോധത്തോടെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷത്തിലെ ഇന്ത്യ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.